ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ചെറിയൊരു ഫിഷിങ്ങിന് പോകാനുള്ള പ്ലാനാണ്. കോഴിക്കോടാണ്, ഇവിടുന്ന് ഒരു 10-45 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡ് ഒന്ന് ചില്ലാക്കാൻ വെച്ചിട്ട് അങ്ങനെ ഇന്നിപ്പോൾ സമയം 9 മണിയായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, സ്റ്റിക്ക്. മൂപ്പര് ഇത് പിടിച്ചിനോന്നറിയില്ല അതിൽ. അപ്പോൾ ഇവിടെ മൂലയ്ക്ക് കിടക്കണം, ഞാൻ കാണിച്ചു തരാം. ഒരു നല്ലൊരു സ്റ്റിക്കാണിത്. അപ്പോൾ ഇന്ന് ഇതായിട്ടാണ് പോകുന്നത്. എന്തായാലും കിട്ടുമെന്ന് വിചാരിക്കുന്നത്. നോക്കാം എന്താവുമെന്നുള്ളത്. അപ്പോൾ ഏതായാലും ഇതൊന്ന് തുറന്നു നോക്കാം. കുറേ ദിവസമായി ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. തുരുമ്പ് പിടിച്ചിനോ അല്ലേ നൂലുണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ ഏതായാലും ഒന്ന് തുറന്നു നോക്കിയിട്ട് കാണാം. മൊബൈലിലാട്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് വളരെ ക്ലാരിറ്റിയോ അല്ല സ്റ്റെബിലൈസേഷൻ ഒന്നും ഉണ്ടാവില്ല. നോക്കാം. ഏതായാലും ഇന്ന് കോഴിക്കോട്ടേക്കാണ് യാത്ര. ഇതിൻ്റെ വേറെ കുറേ സാധനങ്ങളുണ്ട്. അത് ഞാൻ എല്ലാ അച്ഛൻ്റെ അടുത്ത് സോപ്പിട്ട് ചോദിച്ചു നോക്കട്ടെ. കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കുറേ സാധനങ്ങൾ വാങ്ങി വെച്ചിന്. വീണ്ടും വന്നു. അപ്പോൾ ഇതൊരു നൈലോണിൻ്റെ ഒരു ടൈപ്പ് നൂലാണ്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഒരു പുതിയൊരു സാധനമായിട്ടുണ്ട്. കുറച്ചൊരു വില കൂടിയൊരു സാധനമാണെന്നൊക്കെ പറഞ്ഞ് തന്നാണ് മൂപ്പര്. നല്ല സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും അത് ഇട്ടോക്കാം. ഇതൊരു നൂല്, മറ്റേ തുണീൻ്റെ നൂല് മാറ്റൊരു ഇതാണ്, നൂലാണ്. എന്താ പാടെ അറിയില്ല, ഇനി ഉറപ്പുണ്ടോ. അപ്പോൾ ഇത് ഊരിയിട്ട് നമുക്ക് മറ്റേതിടാം. അങ്ങനെ ഒരു വല്ല നീളമില്ല. അതിന് ഇതിട്ടോക്കാൻ ഇത് കുറച്ചൊന്ന് ഒഴിവാക്കട്ടെ. ഇല്ലെങ്കിൽ ഇതിന് മുന്നേ പോയി പിടിച്ചാണ്. അപ്പോൾ എവിടെയെങ്കിലും സ്ക്രാച്ച് ഉണ്ടെങ്കിൽ സ്വനം ഉണ്ടെങ്കിൽ ആളും. ഇത്രേ ഉള്ളൂ. இங்கே போதும். റോളൊക്കെ ഞങ്ങൾ സൂപ്പറായിട്ട് ചുറ്റി ഇതിൽ ഇന്നും ഉണ്ട് കേട്ടോ. ഏതായാലും എടുത്തേക്കാം. ഇതിന് കയ്യിലിടുകയാണെങ്കിൽ ഇടാം. ഉണ്ണിയേ ആ ബാഗ് കൊണ്ടുവരാം. അച്ഛനവിടെ വെച്ച ബാഗ് ആ ഫിഷ് ടാങ്കിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഓ ഞാൻ പോകുന്നുണ്ടപ്പോൾ മൂപ്പരെ ഞാൻ പറഞ്ഞില്ല നേരത്തെ കുറേ സാധനങ്ങൾ വാങ്ങി വെച്ചിരുന്നത്. കിട്ടൂല, അത് തന്ന്. ഏതായാലും അത് അൺബോക്സ് ചെയ്തോ എന്തൊക്കെ ഉണ്ട് എന്നതിൽ. എന്താ കാട്ടുമേ അപ്പാ
ഒന്നുമില്ല. അടിപൊളി മക്കളെ, ഇത് കണ്ട വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ? കുറെ കൊക്കകളൊക്കെ മാഗ്നറ്റ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്, ഇങ്ങോട്ട് പോയത് വെച്ചിട്ട്. മാസ്റ്റർ ബ്രെയിൻ ഏതായാലും അതാ ഉണ്ണിനെ വിളിക്കുന്നു, ചെല്ലേ. ഇത് കാണിച്ചു തരാം. എന്തൊക്കെ ഇട്ടാ എന്തില്ലേ തവളക്കൊട്ട. ഇതാ വേറൊരു മാക്രി. കുറെ ഉണ്ട് കേട്ടോ ഇത്. ഇതാ ദിസ് ഈസ് ഫിഷ്, ദാറ്റ് ഈസ് ഫിഷ്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല, എന്നാലും കാണിച്ചു തരാം നിങ്ങൾക്ക്. കളി അയ്യോ ഇവിടെ ഒന്നുണ്ട്. കയറുന്നുണ്ട് കയ്യിൽ. അപ്പോൾ മക്കളെ, ചൂണ്ടൻ കൊക്കെ സൂനൊക്കെ റെഡിയായി. എന്നാൽ പോയി നോക്കട്ടെ. സമയം ഇപ്പം തന്നെ 9:00. നീ ചായ പിടിച്ചിട്ട് വേണം പോവാൻ. നോക്കാം. ബാഗ് സുനകളൊക്കെ മാറ്റാൻ മതി. ആണല്ലേ, നല്ല സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു. എന്നാൽ പോട്ടെ. ഇനി കോഴിക്കോട് കടാപ്പുറത്ത് വെച്ച് കാണാം. ഹലോ ഗായ്സ്, ഞാനത് അവിടെ എത്തി. ഇതാണ് കോഴിക്കോട് മറ്റേ ഹാർബറുണ്ട് ഈ ഭാഗത്ത്. അത് അവിടെയൊക്കെ കാണുന്ന ഫുള്ള് ഹാർബറാണ്. ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആ സൈഡാണ് വരിക. അപ്പോൾ എനിക്കൊരു നല്ലൊരു സ്പോട്ട് കിട്ടി. ഇവിടെ ആരുമില്ല. ഈ നട്ടകണ്ട വെയിലത്ത് ഏത് പ്രാന്തന്മാരാ വരിക അല്ലേ? അപ്പോൾ ഇട്ടോക്കാം. അതാ ഞാൻ ഇവിടെയാണ് ബാഗൊക്കെ വെച്ച് ഇവിടുന്ന് ആ സൈഡിലേക്ക് ഏതായാലും ഇട്ടോക്കാം. എന്തെങ്കിലുമൊക്കെ കിട്ടുന്നോ നോക്കാം. തമ്പുരാനറിയാം. കുറച്ച് ടാസ്ക്കാണ് ഇങ്ങോട്ട് വരാൻ. ഇന്ന് വന്നാൽ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഇതാണ് എൻ്റെ സ്പോട്ട്. എല്ലാവർക്കും വണക്കം. ഇപ്പോൾ സമയം 2:15. 12 മണിക്ക് പറഞ്ഞാണ് അവിടെ ചൂണ്ടിടാൻ. ഒരു രക്ഷയില്ല മക്കളെ. വെയിലാണെങ്കിൽ പൊട്ടി പൊളിയുന്ന വെയിൽ. അയ്യോ കത്ത് ഇങ്ങനെ കൊത്തല്ലാതെ സാധനം ഇങ്ങനെ കൊണ്ടുപോകണം. മിക്കാറും അത് ഞണ്ടാവും മിക്കാറ്. അല്ലാതെ മീൻ ഒരു രക്ഷയില്ല. മറ്റേ ആ ചെക്കൻ പറഞ്ഞാലേ ചിലത് ശരിയാവില്ല പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഏതായാലും അവിടെ നിന്ന് കിട്ടില്ല. പിന്നെ ഹാർബറിലെ ബോട്ടിൽ നിന്ന് ഇട്ടോക്കാം. അതൊന്നും വല്ല ഏട്ടക്കുട്ടികളെ കിട്ടിയാൽ കിട്ടി. പോയി നോക്കട്ടെ. എന്താ നമ്മളെ നേരെ ബാക്കിൽ കാണുന്നതാണ് ഹാർബർ. അവിടെ കുറേ ബോട്ടില്ലേ, ആ ബോട്ടിൽ മുന്നേ ഇട്ടോക്കാം. ഇത്ര നടന്നു വന്ന് ആ തലക്കുന്ന് വന്ന സൈഡായി. അപ്പോൾ നമ്മളിവിടെ ചൂണ്ടയെടുത്തു, മടക്കുന്നു, വെക്കുന്നു, കറക്കുന്നു. കിട്ടിയാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ ചിരിക്കും. ഒന്നുമില്ലാതെ പോയാൽ വരുമ്പോൾ തന്നെ പറഞ്ഞേനെ മീൻ പിടിച്ചിട്ടൊക്കെ വരുമെന്നൊക്കെ. ആര് പിടിക്കുന്നു?
സ്ട്രോങ് ആയി. എന്നാൽ ഇവിടെ നിന്ന് ഇട്ടോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അതായിട്ട് വീട്ടിൽ പോകാതെ രക്ഷയിലേക്ക് ഞാൻ വരൂല. അങ്ങോട്ട് ഞാൻ നിർത്തി. കിട്ടി മോനെ അപ്പൊ പറയാനൊരു കിട്ടി, ഒരു മീനായി. താങ്ക് യു. ബായ്. കണ്ടോ അവളായിരിക്കും. അപ്പൊ ഒരു കുഞ്ഞപ്പനെ കിട്ടിയേ. ഏതാ മീനെന്ന് അറിയില്ല കേട്ടോ. ചെറിയ കുട്ടിയാട്ടോ പാവം. ഐ എം റിയലി സോറി ചേട്ടാ. പിടിക്കലാണ് ടാസ്ക്. അങ്ങനെ തിന്നോനെ വിടാൻ പാടില്ല. അങ്ങനെ തിന്നോനെ വിടാൻ പാടില്ലല്ലോ. ഇട്ടപ്പോ തന്നെ കിട്ടി. കമാട്രാ മറ്റേ സാധനം ആദ്യം കിട്ടിയ സുന. നമ്മൾ വിജയിച്ചിരിക്കുന്നു ഗായ്സ്. ഏട്ടാ കുട്ടികളാണല്ലോ. പള്ള ചിക്കൻ എന്നിട്ട് തിന്നാൻ വന്നേ. ഇതിനെ കാണാൻ വെയിറ്റ് ഉണ്ട്.
വെരി ഡേഞ്ചറസ് ഫിഷ്. നിക്കിട്ട അവിടെ ഒരു ടീം പിടിക്കും, ഒന്ന് കിട്ടും എന്താ അറിയില്ല. മത്സരമാണല്ലോ. ചാടി പോലട്ടാ. ഇത് വിട്ടാലേ ചിലപ്പോൾ പാകും. അത് കിലോ കൊണ്ടോ ഈ എന്ന് പറയുമ്പോഴത്തേക്കും കിട്ടും. ആളെ കിട്ടുന്നപ്പോ പാവാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് കാണിക്കണമെന്ന് തോന്നി, കാരണം അത്രയും വെയിറ്റ് ഉണ്ട് ഈ സാധനം വലിക്കുന്നത്. നല്ല പവറുണ്ട്. നല്ല കുറച്ചൊരു വലിയൊരു മീനാവും ഇത്. അവിടെ വലിച്ചു നോക്കാം. നല്ല സൈസാ, ചെറുതൊന്നല്ല കേട്ടോ മക്കളെ, കുറച്ച് വലുതന്നെ. ഇത് കുറ്റാലേ മൂത്രം ഒഴിക്കും. അമ്മാരി വലുപ്പ. ബോസ് ഒന്നും അടങ്ങി നിൽക്കുമോ, ഞാൻ ഒന്ന് പൊളിക്കട്ടെ. എന്താ വലിയ സൈസേക്ക് കിട്ടിയാൽ ഇപ്പം എത്ര വലുപ്പമുള്ള നോക്കിയാ, എൻ്റെ കയ്യിൻ്റെ ആ സൈസ് ഉണ്ട്. എന്താ അപ്പൊന്ന് വന്നതിൽ മുതലായി. എത്തള് എന്നല്ല പറയുന്നത്, നത്തോലിയ. ആള് സ്ട്രോങ്ങാ. ഇങ്ങനെ ആട്ടോ കുടിക്കേ, എന്നിട്ട് ഇങ്ങനെ ആട്ടില്ല. എല്ലാവർക്കും വണക്കം. അപ്പോൾ സമയം 5 മണിയായി. ഞാൻ നിർത്തി, എൻ്റെ പരിപാടി നിർത്തിയിട്ടാ. ഇനി വയ്യ, 12 മണിക്ക് വന്നിന് ഇതാ. അപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല.
ഇനി ബാക്കി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും ഇറങ്ങി. ഇനി കുറച്ച് അവിടെ പോയിട്ട് ആ ഭാഗത്ത് അവിടെ ഐസൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഐസ് കുറച്ച് ഇട്ടിട്ടില്ലെങ്കിൽ ചീഞ്ഞു പോകും. അപ്പോൾ ഐസ് ഇട്ടിട്ട് നേരെ ഗതാഗതം വീട്ടിൽ പോട്ടെ. ശരി. ഹലോ, അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇപ്പോൾ സമയം 7:30 5 മണിക്കാണ് നിർത്തിയായിരുന്നു പരിപാടി. 7:50 എത്തി. ഫുള്ള് ബ്ലോക്ക് ചെയ്യുന്നു വരുന്ന വഴിക്ക്. അങ്ങനെ പിടിച്ച മീനിനെ കാണിച്ചു തരാം. എന്താണ് 1 2 3 4 5 6 7 8 9 10 11 12 13 ഏട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താ അറിയില്ല. 1 2 3 4 5 6 7 എണ്ണം ഉണ്ട്. 13 7 അങ്ങനെ മൊത്തം 20 റൗണ്ടാക്കി പിടിച്ച് വന്ന് 5 മണിക്കൂർ കൊണ്ട് പിടിച്ച സാധനങ്ങളാട്ടോ അത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വെയിലത്ത് പോയതുകൊണ്ട് നല്ല അറിയാണ്ട് ആ കറുപ്പും വെള്ളമായിട്ടാണ് നിൽക്കുന്ന കൈയൊക്കെ. ആ മാറ്റം നോക്കിയ ഡിഫറൻസ്. വെയിലൊക്കെ അതിൻ്റെ നല്ല ടയർഡായി. കാരണം പൊള്ളുന്ന വെയിലായിരുന്നു. ഉച്ചക്കാണെങ്കിൽ ഫുഡും കഴിച്ചില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് മീൻ വെട്ടണം തന്നെ. അമ്മ വെട്ടിക്കോളൂ, സെറ്റാക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ഇന്ന് ഏട്ട കുരുമുളകിൻ്റെ ആയിരിക്കും കേട്ടോ. ഏട്ടാ, ഗുഡ് നൈറ്റ്.